അതിപുരാതന കാലം മുതൽ ആരാധന നടത്തിവരുന്ന പെരിങ്ങോം ശ്രീ കോടിലോൻ നാഗസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠാ കർമ്മവും കളിയാട്ടാഘോഷവും ഏപ്രിൽ 2, 3, 4 തീയതികളിൽ നടക്കും. ഇതിനു മുന്നോടിയായി കോലക്കാർക്ക് അടയാളം കൊടുക്കുന്ന ചടങ്ങ് നടന്നു. പാമ്പിൻ മേക്കാട് വലിയ തിരുമേനി ബ്രഹ്മശ്രീ PS ശ്രീധരൻ നമ്പൂതിരി പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. ഉത്തര കേരളത്തിലെ ആരാധനാരീതികളിൽ ഏറെ പ്രത്യേകതകളുള്ളതാണ് നാഗാരാധന. പുരാതന കാലം മുതൽക്കേ വിശ്വാസരീതിയിൽ ആരാധന നടത്തിവരുന്ന പെരിങ്ങോം ശ്രീ കോടിലോൻ നാഗസ്ഥാനത്ത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഏപ്രിൽ 2, 3, 4 തീയതികളിലാണ് ഇവിടെ പുനഃപ്രതിഷ്ഠാകർമ്മവും കളിയാട്ട മഹോത്സവവും നടക്കുക. തൃശൂർ പാമ്പിൻമേക്കാട് വലിയ തിരുമേനി PS ശ്രീധരൻ നമ്പൂതിരി ഏപ്രിൽ 2 രാവിലെ 11:30 12:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും. ഏപ്രിൽ 3, 4 തീയതികളിൽ തറവാട് ദേവസ്ഥാനത്ത് തായ്പര ദേവത, നാഗരാജാവ്, നാഗകന്യമ്മ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിക്കും. ഇതിനായി കോലക്കാർക്ക് അടയാളം കൊടുക്കൽ ചടങ്ങ് നടന്നു. ധർമ്മയുഗത്തിന്റെ കളിയാട്ടം കഴിക്കാൻ ഏപ്രിൽ മാസം 3-ാം തീയതി പിന്നെ നാഗജമീൻ നാഗരാജാവിൻ്റെ കോലം ഏറ്റുവാങ്ങി. നാരായണൻ കോമരം രക്ഷാധികാരിയും കോടിലോൻ തമ്പാൻ പ്രസിഡന്റും CP രാമചന്ദ്രൻ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് ക്ഷേത്രത്തിന്റെ നവീകരണ ആഘോഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പുനഃപ്രതിഷ്ഠാകർമ്മ കളിയാട്ടാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 3 ബുധനാഴ്ച രാത്രി 9:30 വിവിധ കലാപരിപാടികൾ നടക്കും. ഏപ്രിൽ 4 പുലർച്ചെ 2 മണിക്ക് നാഗരാജാവ് തെയ്യവും 3 മണിക്ക് നാഗകന്യമ്മയുടെ പുറപ്പാടും പുലർച്ചെ 5 മണിക്ക് തായ്പര ദേവതാ തെയ്യത്തിന്റെ പുറപ്പാടും നടക്കും. ഉത്സവ ദിവസങ്ങളിൽ അന്നദാനമുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബ്രാഹ്മണ കർമ്മങ്ങളിലൂടെ സർപ്പബലിയും മറ്റ് പൂജാതി കർമ്മങ്ങളും നടത്തിവരുന്ന ക്ഷേത്രസ്ഥാനം കൂടിയാണ് കോടിലോൻ നാഗസ്ഥാനം. പെരിങ്ങോം ശ്രീ കോടിലോൻ നാഗം ഏതാണ്ട് 1000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ളതും ഈ 4-5 പഞ്ചായത്തുകൾക്കുള്ളിൽ പ്രാധാന്യമേറി ജനങ്ങൾ അവലംബിക്കുന്ന ഭക്തിമാർഗത്തിൽ അവലംബിക്കുന്ന പ്രധാന നാഗത്തിലൊന്നാണ്. പെരിങ്ങോം ശ്രീ കോടിലോൻ നാഗം സ്ഥാപിച്ചിട്ടുള്ളത് പെരിങ്ങോം കോടിലോൻ തറവാട് കാരണവന്മാരായിട്ടുള്ള ആളുകളാണ്. ഈ കോടിലോൻ തറവാടിനും 1000-ൽ പരം വർഷത്തിൻ്റെ ചരിത്രം പെരിങ്ങോത്തിൻ്റെ രേഖപ്പെടുത്തുന്ന തറവാടാണ്. ഈ തറവാട് പെരിങ്ങോം ശ്രീ വേട്ടക്കുറുമൻ ക്ഷേത്രം, പെരിങ്ങോം ശ്രീ കണ്ണങ്കാട് ഭഗവതി ക്ഷേത്രം, മുച്ചിലോട്ട് ചക്കാല ദേവസ്വം തുടങ്ങിയിട്ടുള്ള ദേവസ്വങ്ങളും ദേവാലയങ്ങളുമായിട്ടുള്ള വളരെ അഭേദ്യബന്ധമുള്ള ഒരു തറവാടാണ്. സ്ഥാനികമായും ഊരായ്മയുടെയും മറ്റ് സഹകരണങ്ങളുടെയും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തറവാടാണ് പെരിങ്ങോം ശ്രീ കോടിലോൻ തറവാട്. ഈ തറവാടിൻ്റെ ഉന്നമനത്തിനും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ സംരക്ഷണാർത്ഥവും ഈ ജനങ്ങളുടെ ഈ നാട്ടിലെ അപാലവൃദ്ധം ജനങ്ങളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സർപ്പബലി ഇവയൊക്കെ നടക്കുന്നതാണ്. ഇവയിൽ നിന്ന് ഒക്കെ
പല വിധത്തിലുള്ള സർപ്പദോഷങ്ങളും ഈ സന്താന ദാരിദ്ര്യ ദുരിതങ്ങളും ഒക്കെ തീരുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ പ്രാർത്ഥനയർപ്പിച്ച് ഇവിടെ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായവും സഹകരണവും ഈ പുനഃപ്രതിഷ്ഠാ കർമ്മത്തിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 4 ഏക്കർ 35 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം. നിലവിൽ തെങ്ങ്, കമുക്, കുരുമുളക്, പ്ലാവ്, മാവ് എന്നിവയാണ് ഉള്ളത്. ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട്. സ്കൂൾ, ബാങ്ക്, ആരാധനാലയങ്ങൾ, ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്.